നമസ്കാരം ചേട്ടാ. പാറ്റകളെ ഇതിലേ ഒരു കഥാപ്രസംഗമല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ക്രോക്രോച്ച് പാർട്ടികളെയാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. അതിങ്ങ് കേരളത്തിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അവർ ഡൽഹിയിൽ മാത്രം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രം പോരാ, കേരളത്തിൽ പ്രതിഷേധിക്കാനുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു വിഷയം ഞാൻ പറഞ്ഞു തരാം. അതും വിദ്യാഭ്യാസവുമായിട്ട് നിയമനപരവുമായിട്ടുള്ള ഒരു ക്രമക്കേട്. കേരള PSC വൻ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത്. ആ ക്രമക്കേടിനെതിരെ പ്രതിഷേധിക്കാൻ എല്ലാ പാർട്ടി പാർട്ടികളുടെ പ്രവർത്തകരെയും കേരളത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതായത് PSC അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പരീക്ഷ നടത്തിയതിലും അതിൻ്റെ ആ തസ്തികയുടെ നിയമനത്തിലും വളരെ വലിയ ക്രമക്കേടാണ് PSC നടത്തിയിട്ടുള്ളത്. ഇതിൽ 10 ചോദ്യങ്ങളോ അതിൻ്റെ ഉത്തരങ്ങളോ PSC പരിശോധിച്ചിട്ട് പോലുമില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അത് ഇടത് അനുകൂലിക്കാണ് പരീക്ഷയിൽ 1ാം റാങ്ക് എന്ന് വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ പിണറായി സർക്കാർ ഇരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു നിയമനം നടന്നിട്ടുള്ളത്. ആ 1ാം റാങ്കിൽ വന്ന ഉടനെ തന്നെ 3 ആഴ്ചക്കകം PSC നിയമനത്തിന് ശുപാർശ ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള വൻ അഴിമതികളാണ് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നടന്നിട്ടുള്ളത്. PSC ഉദ്യോഗാർത്ഥികൾ നിരവധി പേരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞത്. എത്രയോ നാളുകളാണ് അവരവിടെ സമരം ചെയ്തത്. എന്നിട്ട് പോലും അന്നത്തെ സർക്കാരിന്റെ കണ്ണു തുറന്നൊന്ന് കാണാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം അവരുടെ പാർട്ടിക്കാരെ, അതായത് ഇടത് അനുകൂലികളെ എല്ലാ മേഖലകളിലേക്കും താൽക്കാലിക ജീവനക്കാരെ പോലും സ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഏകദേശം 2-2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെതാണ് തസ്തിക. അപ്പോൾ ഈ തസ്തികയിൽ മാത്രമല്ല, ഇതുപോലെ നിരവധി തസ്തികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. പാർട്ടികളെ അനുകൂലിച്ച നമ്മുടെ കേരളത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. അപ്പൊ ജോൺ ബ്രിട്ടാസ്, താങ്കളൊരു കാര്യം ചെയ്യുക, ആ പാർട്ടികളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് അവരോട് പറയുക, കേരളത്തിൽ പ്രതിഷേധിക്കാൻ വകയുണ്ട്, അവർ എത്രയും പെട്ടെന്ന് അടുത്ത ട്രെയിനിൽ കേരളത്തിലേക്ക് എത്തിക്കുക, പ്രതിഷേധിപ്പിക്കുക. ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? നിയമവും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെയല്ലേ? പ്രതിഷേധവും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ.